യഥാർത്ഥത്തിൽ ശുദ്ധമായ പറയുന്നില്ല. അപ്പം ഇനി പോട്ടെ, ഞാൻ പോസിറ്റീവ് പറയാം. ഒന്ന്, അത്യാവശ്യമായി അടിയന്തരമായി ദീപകിന് സഹായം എത്തിക്കണം. ദീപകിന് ഇപ്പോ മലബാർ ഗോൾഡിലെ ഫൈസലിനോട് പറഞ്ഞു 1 ലക്ഷം രൂപ ഞങ്ങൾ സഹായമായിട്ട് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ സഹായം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എത്തിക്കും. ഈ പെൺകുട്ടിയെ തീർച്ചയായും അറസ്റ്റ് ചെയ്യണം. അറസ്റ്റിലേക്ക് പോയാൽ മാത്രമേ അതിന് നീതി ഉണ്ടാവും. ആ പെൺകുട്ടിയോട് പ്രതികാരം ചോദിക്കുകയല്ല, പക്ഷെ നീതി വേണം എന്നുള്ളതാണ് പോയിന്റ്. ആ നീതി അതിശക്തമായി തന്നെ ആ പെൺകുട്ടിക്ക് വേണം. അതിൽ 2 പക്ഷങ്ങളില്ല. ആ പയ്യനെ ഇപ്പോഴും വിക്ടിം ബ്ലെയിം ചെയ്യാനാണ് പല ആൾക്കാരും ശ്രമിക്കുന്നത്. അത് എത്രമാത്രം മോശമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ആ വിക്ടിം ബ്ലെയിമിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ആ പയ്യന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. തെറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നൊന്നും ആരും പറയണ്ട. ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. അത് വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാവും. രാഹുൽ, അതിൽ 2 തരത്തിലും അത് വ്യാഖ്യാനിക്കാം. നമുക്ക് അതിന്റെ വസ്തുത അറിയില്ല. 2 തരത്തിലും വ്യാഖ്യാനിക്കാവുന്ന വീഡിയോ ആണ്. അതിന്റെ വസ്തുത നമുക്കറിയില്ല. പക്ഷേ ഒരു പെണ്ണ് മരിക്കുമ്പോ ഇങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നെങ്കിലോ, ഞാനൊരു പെണ്ണ് മരിക്കുമ്പോ ഇങ്ങനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചിരുന്നെങ്കിലോ നിങ്ങൾ എനിക്കെതിരെ കേസ് എടുക്കണമെന്ന് പറയില്ലേ? ഏത് പെണ്ണ് ഇതുപോലെ മരിച്ചിരുന്നെങ്കിൽ പെണ്ണ് മരിക്കുന്ന സംഭവം ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് എന്നത് കണ്ടിട്ടല്ലേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ. രാഹുൽ ഈശ്വർ, നോക്കൂ, ഇവിടെ ഇപ്പോ ആ വീഡിയോ കണ്ടിട്ട് നമുക്കൊരു ജഡ്ജ്മെന്റിൽ എത്താൻ പറ്റില്ല. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അത് റീച്ച് കൂട്ടാനാണ് ചെയ്തതെങ്കിൽ ആ കുട്ടിക്ക് അതിന് തക്കതായ ശിക്ഷ കിട്ടണമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ചർച്ച ഇതുവരെ കാണാത്തതുകൊണ്ടും ഞങ്ങൾക്കൊപ്പം ഇല്ലാത്തതുകൊണ്ടും രാഹുലിന് അത് മനസ്സിലാകാത്തതായിരിക്കും. ഞാൻ പറയുന്നത്, ഇനി മെൻസ് അസോസിയേഷൻ ഇതിന്റെ ആ ലക്ഷ്യം വെച്ച് നടക്കുന്ന നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യഘട്ടത്തിൽ ജോയ് അറക്കലിനോട് ചോദിച്ചു. അതാണ് ആ പ്രാഥമികമായിട്ടുള്ള ചോദ്യം താങ്കളോട് വരാതിരുന്നത്. അതിനപ്പുറം നടക്കുന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഒരു ജീവൻ കൂടി നഷ്ടപ്പെടുത്തും. അപ്പോൾ അതുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത താങ്കൾ ഉൾപ്പെടെയുള്ളവർക്കില്ലേ എന്നതായിരുന്നു എന്റെ ചോദ്യം. സൈബർ ആക്രമണം നടക്കുന്നതിനോട് യോജിപ്പില്ല. അതിനെ തള്ളി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രതികാരമല്ല നീതി, നീതിയാണ് വേണ്ടത്. നിയമ നടപടികളാണ് വേണ്ടത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിൽ പ്രതികരിക്കണം. ഒരു സ്ത്രീ മരിക്കുകയായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമായിരുന്നല്ലോ. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊന്നും എഴുതി പ്രോത്സാഹിപ്പിക്കണ്ട. ദീപകിന്റെ മരണത്തിൽ ഒരു അനുശോചനം. ഒരു സംഭവം നടന്നാൽ അതിൽ എന്താണ് സംഭവിച്ചതെന്നൊരു ബോധ്യമില്ലാതെ എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാവണമോ മുഖ്യമന്ത്രി? എനിക്ക് പോലും നോക്കൂ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ ജാഗ്രത വേണ്ടി വരുന്നു. കാരണം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത് അറിയാവുന്ന ഒരു വ്യക്തി ആ മനുഷ്യനായിരുന്നു, മറ്റൊന്ന് ആ പെൺകുട്ടിയാണ്. ഇവർ 2 പേരും നമ്മളോട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അറിയില്ല നമുക്ക്. രാഹുൽ, ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ വരെ ജഡ്ജ്മെന്റ് വരട്ടെ, അതിനുശേഷം കുറ്റക്കാരെന്ന് പറയാമെന്ന് പറയുന്ന രാഹുൽ എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതൊക്കെ ചെയ്തു കഴിഞ്ഞാണ് രാഹുൽ ഈ ചർച്ച തുടങ്ങിയത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.